ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജനെതിരെ ആരോപണം കടുപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. തിരുവനന്തപുരത്തെ ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഇടതുമുന്നണി കൺവീനർ ഇ.പി. ജയരാജനും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ടെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. ആറ്റിങ്ങലിൽ യു.ഡി.എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വി.ഡി. സതീശൻ. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. ലാവ്ലിൻ കേസ് മാറ്റുന്നതും കേന്ദ്ര സർക്കാർ കേസിന്റെ ആവശ്യത്തിനായി കോടതിയിൽ ഹാജരാകാത്തതും ഇതിന് തെളിവുകളാണ്. സമീപകാലത്തെ ഇ ഡി പരിശോധനകളും തുടർ നടപടികളും പ്രഹസനമായി മാറുകയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കരിവന്നൂർ ബാങ്കിന്റെ കാര്യത്തിലും എക്സാലോജിക്കിന്റെ കാര്യത്തിലും ഇത് കണ്ടതാണ്. മാസപ്പടി വിവാദം ഒന്നുമല്ലാതായി. തൃശൂരിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ സി.പി.എം കളമൊരുക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. എവിടെ പോയി കരിവന്നൂരിലെ ഇ ഡി അന്വേഷണം? എവിടെ പോയി? ഇപ്പർസിയും എന്ന് പറഞ്ഞുകൊണ്ട് മൊഴിയെടുപ്പിച്ചല്ലോ നിരവധി സി.പി.എം നേതാക്കളെ. അവരെ എല്ലാം വിരട്ടി നിർത്തിയിരിക്കുകയാണ് ഇ ഡിയെ കൊണ്ട്. വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോക്കാം, നമുക്ക് ബി.ജെ.പിയും സി.പി.എമ്മും കൂടി ഒരുമിച്ച് കൂടിയാലും തൃശ്ശൂർ ഞങ്ങൾ ചെയ്യും. വൈദേഹം നിരാമയ എന്നാണ് കണ്ണൂരിലെ ആയുർവേദ റിസോർട്ടിന്റെ പേര്. ഇതിൽ നിന്നും എല്ലാം വ്യക്തമാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് LDF കൺവീനർ പറയുന്നത്. എന്നാൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഇവർ തമ്മിൽ കൂടിയാലോചന നടത്തിയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും സ്ഥാപനങ്ങൾ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണ് ഈ രണ്ടും ഒരു സ്ഥാപനമായി മാറിയത്. ഇപ്പോൾ നിരാമയ വൈദേഹം റിസോർട്ട് എന്നാണ്. അപ്പൊ CPM BJP എന്ന് പറയുന്ന പോലെ ആയത്. അതാണ് തെളിവ്. നീ കൂടുതൽ വേണമെങ്കിൽ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കോളാം. എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ വെല്ലുവിളിക്കുന്നത് എനിക്കെതിരെ കേസ് കൊടുത്തോ, ഞാൻ കോടതിയിൽ കൊണ്ടുവന്ന് മുഴുവൻ രേഖകളും ഞാൻ ഹാജരാക്കാം. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് വേണ്ടിയാണ് ഇന്ന് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. UDF ഘടകകക്ഷി നേതാക്കൾ കൺവെൻഷനിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.